ക്വസ്റ്റ്യൻ ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻസ് മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, അസം. ആൻസർ ഓപ്ഷൻ എ മധ്യപ്രദേശ്. ഇതുമായി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാരുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയുടെ സോയ സംസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. അപ്പോൾ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാരുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയുടെ സോയ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശ്. ഗുഡ്ക നിരോധിച്ച ആദ്യത്തെ സംസ്ഥാനം മധ്യപ്രദേശ്. ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ച ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ്. ആധ്യാത്മിക് വിഭാഗ് നടപ്പിലാക്കിയ സംസ്ഥാനം മധ്യപ്രദേശ്. സ്പിരിച്വൽ ഡിപ്പാർട്ട്മെൻറ്റ്. സിൻഗ്രൗളി കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. അപ്പോൾ ഗുഡ്ക നിരോധിച്ച ആദ്യത്തെ സംസ്ഥാനം മധ്യപ്രദേശ്. ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ച ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ്. ആധ്യാത്മിക് വിഭാഗ് നടപ്പിലാക്കിയ സംസ്ഥാനം മധ്യപ്രദേശ്. സിൻഗ്രൗളി കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയിൽ ആദ്യത്തെ കോൺ ഫെസ്റ്റിവൽ നടന്നത് മധ്യപ്രദേശ്. മധ്യപ്രദേശിലെ ഏറ്റവും വലിയ നഗരം ഇൻഡോർ. സാമ്പത്തിക വർഷം ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ ആക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ കോൺ ഫെസ്റ്റിവൽ നടന്നത് മധ്യപ്രദേശ്. മധ്യപ്രദേശിലെ ഏറ്റവും വലിയ നഗരം ഇൻഡോർ. സാമ്പത്തിക വർഷം ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ ആക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ ജമ്മുവിലെ ചരിത്രപ്രസിദ്ധമായ സിറ്റി ചൗക്കിൻ്റെ പുതിയ പേര്. ഓപ്ഷൻസ് ഭഗത് സിംഗ് ചൗക്ക്, ചാന്ദിനി ചൗക്ക്, ആസാദ് ചൗക്ക്, ഭാരത് മാത് ചൗക്ക്. ആൻസർ ഓപ്ഷൻ ഡി ഭാരത് മാത് ചൗക്ക്. ഇതുമായി റിലേറ്റഡ് ക്വസ്റ്റ്യൻ നോക്കാം. ന്യൂഡൽഹിയിലെ പ്രവാസി ഭാരതീയ കേന്ദ്രത്തിൻ്റെ പുതിയ പേര്. സുഷമ സ്വരാജ് ഭവൻ. ജമ്മു കാശ്മീരിലെ പ്രസിദ്ധമായ സിറ്റി ചൗക്കിൻ്റെ പുതിയ പേര് ഭാരത് മാതാ ചൗക്ക്. ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് ചുരത്തിൻ്റെ പുതിയ പേര് അടൽ ടണൽ. കൊൽക്കത്ത പോർട്ട് ട്രസ്റ്റിൻ്റെ പുതിയ പേര് ശ്യാമപ്രസാദ് മുഖർജി പോർട്ട്. അപ്പോൾ ന്യൂഡൽഹിയിലെ പ്രവാസി ഭാരതീയ കേന്ദ്രത്തിൻ്റെ പുതിയ പേര് സുഷമ സ്വരാജ് ഭവൻ. ജമ്മു കാശ്മീരിലെ പ്രസിദ്ധമായ സിറ്റി ചൗക്കിൻ്റെ പുതിയ പേര് ഭാരത് മാതാ ചൗക്ക്. ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് ചുരത്തിൻ്റെ പുതിയ പേര് അടൽ ടണൽ. കൊൽക്കത്ത പോർട്ട് ട്രസ്റ്റിൻ്റെ പുതിയ പേര് ശ്യാമപ്രസാദ് മുഖർജി പോർട്ട്. ചിനാനി നാഷ്രി തുരങ്കത്തെ ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്യാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്? ശ്യാമപ്രസാദ് മുഖർജി. ഡെറാഡൂണിലെ ജോളിഗ്രാൻഡ് വിമാനത്താവളം ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തത്? അടൽ ബിഹാരി വാജ്പേയി. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് എയർപോർട്ടിൻ്റെ പുതിയ പേര് ഛത്രപതി സാംഭാജി മഹാരാജ് എയർപോർട്ട്. അപ്പോൾ ചിനാനി നാഷ്രി തുരങ്കത്തെ ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്യാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്? ശ്യാമപ്രസാദ് മുഖർജി. ഡെറാഡൂണിലെ ജോളിഗ്രാൻഡ് വിമാനത്താവളം ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തത്? അടൽ ബിഹാരി വാജ്പേയി. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് എയർപോർട്ടിൻ്റെ പുതിയ പേര് ഛത്രപതി സാംഭാജി മഹാരാജ് എയർപോർട്ട്. ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാൻ മെട്രോ സ്റ്റേഷൻ്റെ പുതിയ പേര് സുപ്രീം കോർട്ട് മെട്രോ സ്റ്റേഷൻ. ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാൻ കോർട്ട് മെട്രോ സ്റ്റേഷൻ്റെ പുതിയ പേര് സുപ്രീം കോർട്ട് മെട്രോ സ്റ്റേഷൻ. ലക്നൌവിലെ ഹസ്രത്ത് ഗഞ്ച് ചൗരാഹയുടെ പുതിയ പേര് അടൽ ചൗക്ക്. ലക്നൌവിലെ ഹസ്രത്ത് ഗഞ്ച് ചൗരാഹയുടെ പുതിയ പേര് അടൽ ചൗക്ക്. ഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ല സ്റ്റേഡിയത്തിൻ്റെ പുതിയ പേര് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം. ഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ല സ്റ്റേഡിയത്തിൻ്റെ പുതിയ പേര് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ആദ്യ യോഗ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ് ന്യൂയോർക്ക്, ചിക്കാഗോ, ലാസ് വേഗാസ്, ലോസ് ഏഞ്ചൽസ്. ആൻസർ ഓപ്ഷൻ ഡി ലോസ് ഏഞ്ചൽസ്. ഇന്ത്യക്ക് പുറത്തുള്ള ലോകത്തിലെ ആദ്യത്തെ യോഗ സർവകലാശാല വിവേകാനന്ദ യോഗ സർവകലാശാല. സ്ഥാപിതമായത് ലോസ് ഏഞ്ചൽസ്, അമേരിക്ക. അപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള ലോകത്തിലെ ആദ്യ യോഗ സർവകലാശാല
വിവേകാനന്ദ യോഗ സർവകലാശാല. സ്ഥാപിതമായത് ലോസ് ഏഞ്ചൽസ്, അമേരിക്ക. അടുത്ത ക്വസ്റ്റ്യൻ. ലോകഭാഷകളെ പറ്റിയുള്ള പുതിയ കണക്കുകൾ പ്രസിദ്ധീകരിച്ച എത്നോലോഗ് പ്രകാരം ലോകത്ത് ഏറ്റവും അധികം ജനങ്ങൾ സംസാരിക്കുന്ന മൂന്നാമത്തെ ഭാഷ. ഓപ്ഷൻസ്: പഞ്ചാബി, തെലുങ്ക്, ഹിന്ദി, ബംഗാളി. ആൻസർ ഓപ്ഷൻ സി, ഹിന്ദി. ലോകഭാഷകളെ പറ്റിയുള്ള പുതിയ കണക്കുകൾ പ്രസിദ്ധീകരിച്ച എത്നോലോഗ് പ്രകാരം ലോകത്ത് ഏറ്റവും അധികം ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ ഇംഗ്ലീഷ്, രണ്ടാമത് മാൻഡാരിൻ, മൂന്നാമത് ഹിന്ദി. അപ്പോൾ ലോകഭാഷകളെ പറ്റിയുള്ള പുതിയ കണക്കുകൾ പ്രസിദ്ധീകരിച്ച എത്നോലോഗ് പ്രകാരം ലോകത്ത് ഏറ്റവും അധികം ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ ഇംഗ്ലീഷ്, രണ്ടാമത് മാൻഡാരിൻ, മൂന്നാമത് ഹിന്ദി.